Hi everyone, this is Shafi Muhammed. Welcome to this new video. ഇന്നത്തെ വീഡിയോ ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ് കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും അതേപോലെ തന്നെ കരിയർ ലൈഫും എങ്ങനെ നിങ്ങൾക്ക് ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുകൊണ്ട് 6ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് പറയുന്നതിന് മുൻപ് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ എന്തെല്ലാം സംസാരിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ തിങ്കളാഴ്ചയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കാലത്ത് 5 മണിക്ക് എണീക്കുന്നതിനെ കുറിച്ചാണ്. അതിനുശേഷം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എണീറ്റ് ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ പ്രത്യേകിച്ചും ഫോൺ ഉപയോഗം കുറക്കുന്നതിനെ കുറിച്ചാണ്. അമിതമായ ഫോൺ ഉപയോഗം എങ്ങനെ കുറക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കാലത്ത് 5 മണിക്ക് എണീറ്റതിന് ശേഷം ചാർജ് കൾച്ചർ പ്രകാരം അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതാണ് 2ാമത്തെ വീഡിയോ. 3ാമത്തെ വീഡിയോ ഉണ്ടായിരുന്നത് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെ വ്യായാമം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചാർജ് കൾച്ചറിലൂടെ വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചാർജ് കൾച്ചറിലെ 4ാമത്തെ ടാസ്ക്കായിട്ട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. എങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാം, അതിലൂടെ നമ്മൾ മെഡിറ്റേഷൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് പഠിപ്പിച്ചു. അതിനുശേഷം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടു ഡു ലിസ്റ്റ് എങ്ങനെ വ്യക്തമായിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ടൈം ആൻഡ് റീഡിങ്. നമ്മൾ ഈ പറയുന്ന ഓരോ ടാസ്കുകളും അല്ലെങ്കിൽ ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സുകളും വരുന്നത് ചാർജ് കൾച്ചർ എന്ന് പറയുന്ന കൾച്ചർ പ്രകാരം 16ഓളം ടാസ്കുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ 16 ടാസ്കുകളിൽ ഓരോ ടാസ്കുകളാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലൂടെ ഓരോ ക്ലാസ്സിലൂടെ വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇതിലെ 6ാമത്തെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ ഫാമിലി ടൈം ആൻഡ് റീഡിങ് എന്ന് പറയുന്നത്. ഇത് ചാർജ് കൾച്ചർ പ്രകാരം നമ്മൾ 2 നേരമാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് കാലത്ത് നമ്മൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അധികം ആൾക്കാരുടെയും ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വർക്കെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ഇവർ ആദ്യം തന്നെ എന്ന് വെച്ചാൽ വർക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യും, മോർണിംഗിൽ ഇവരുടെ മക്കളുടെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ഭാര്യയുടെ കൂടെയോ സമയം സ്പെൻഡ് ചെയ്യാതെ ഇവർ അങ്ങ് ഇറങ്ങി ഓടുകയാണ് അധികം ആൾക്കാരും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി വൈകിയാണ് ഉറങ്ങുക, രാവിലെ വൈകിയാണ് എണീക്കുക, എന്നിട്ട് ധൃതി പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഓടും. പക്ഷേ ചാർജ് കൾച്ചർ പ്രകാരം നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീറ്റ് നിങ്ങൾ വ്യായാമം ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വ്യായാമം ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്റേഷൻ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വന്ന് ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സമയമുണ്ട്. എന്തിന്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു 5 പേജ് ഇൻസ്പിറേഷണൽ ബുക്ക് വായിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ട്. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാലത്ത് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ അധികം ആൾക്കാരും പറയുന്നൊരു കാര്യം, എന്തിനാണ് നിങ്ങൾ ഇത്രയും കൂടുതൽ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, എന്തിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ന്യായീകരണമുണ്ട്. ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഈ അധ്വാനിക്കുന്നത് എന്ന് ഇവർ ചോദിക്കും. എന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു വർക്കിൻ്റെ പേരും പറഞ്ഞ് ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് ആദ്യം തന്നെ ഇഗ്നോർ ചെയ്യുന്നത്, അവഗണിക്കപ്പെടുന്നത് ആരാണ്? ഫാമിലിയാണ്, കുടുംബമാണ്, ഭാര്യയാണ്, മക്കളാണ്. മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം, ഭാര്യയ്ക്ക് നൽകേണ്ട സ്നേഹം, അത് നൽകാതെ ഇവർ ആദ്യം തന്നെ ഇഗ്നോർ ചെയ്തു പോകുന്നത് എവിടേക്കാണ്? വർക്ക്, ബിസിനസ്, ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് ഇവരുടെ ഫാമിലിയുടെ കൂടെ വേണ്ട രീതിയിൽ സമയം ചെലവഴിക്കാതെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഏർലി മോർണിംഗിൽ തന്നെ ജോലിക്ക് പോകുന്ന നിർബന്ധമായിട്ടും ഉള്ള ആൾക്കാരുണ്ടാവും. അവർ തീർച്ചയായിട്ടും ഉച്ച സമയങ്ങളിലെങ്കിലും ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ ഈവനിങ്ങിലെങ്കിലും നേരത്തെ വന്ന് ഇവരെന്ത് ചെയ്യണം, വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തണം. തീരെ പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അതല്ലാത്തവരെല്ലാവരും പലപ്പോഴും രാത്രി വൈകി ഉറങ്ങിയതിൻ്റെ പേരിൽ, കാലത്ത് വൈകി എണീറ്റതിൻ്റെ പേരിൽ ഓഫീസിലേക്ക് 9:30 എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ധൃതി പിടിച്ചിട്ട് പോകും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മളെന്താ പഠിച്ചത്? നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ടൈം കൊടുത്തേ പറ്റൂ. ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അധ്വാനിക്കുന്നതെങ്കിൽ, കഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓർഡർ പറയുന്നത് എന്താണ്?
നമ്മുടെ ഹെൽത്താണ്, ആരോഗ്യമാണ്. നമ്പർ 1 പ്രയോറിറ്റി ആരോഗ്യമാണ്. നമ്പർ 2 ഫാമിലിയാണ്. നമ്പർ 3 നമ്മളുടെ കരിയറാണ്, നമ്മുടെ തൊഴിൽ മേഖലയാണ്, നമ്മുടെ ബിസിനസ്സാണ്. അപ്പോൾ 3-ാം സ്ഥാനം മാത്രമേ നമ്മുടെ ബിസിനസ്സിനുള്ളൂ. അതിൻ്റെ തിരക്കും പറഞ്ഞിട്ട്, അതിൻ്റെ ആവശ്യങ്ങളും പറഞ്ഞിട്ട്, നമ്മുടെ കരിയറിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ട്, പൊതുപ്രവർത്തനമാണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും പോലും, അതിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, നമ്മുടെ ഫാമിലി ലൈഫ് നശിപ്പിച്ചിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വല്ലാണ്ടായി പോകരുത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഫാമിലി ലൈഫ് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടി നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്ത് മാറ്റിവെക്കുക. ഇത് ഇത്രയ്ക്കും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് പറയുന്നത്. കാരണം അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് ബോറിംഗ് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് ചോദിക്കുക. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ എൻ്റെ ഫാമിലിക്ക് എത്ര കണ്ട് ടൈം കൊടുക്കുന്നുണ്ട്? സ്നേഹം എന്ന് പറയുന്നത് വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കലല്ല. സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ ശമ്പളം പൈസ കയ്യിൽ കൊടുക്കലല്ല. അതല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കലല്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയും. നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണെന്ന് അറിയാം. ഏറ്റവും വിലപ്പെട്ട ഒന്ന് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ആരോഗ്യമുണ്ട്, സംഭവങ്ങളുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് എന്ത്, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കുമുള്ള ഒരു അസറ്റ് ഉണ്ട്. എന്ത്, ആ അസറ്റ് എന്ന് പറയുന്നത് ടൈമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വില കൂടുതലുള്ള സാധനം എന്ന് പറയുന്നത് സമയമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇല്ലാത്തതും സമയമാണ്. ഏറ്റവും കുറവുള്ളത് അതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ട് അതിനെല്ലാം സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും 24 hours ഉള്ളൂ. ഈ 24 hours ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ വില വളരെ ഈ പറഞ്ഞിരിക്കുന്ന വില കൂടിയിരിക്കുന്ന ഈ സമയം ആർക്കാണോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, എവിടെയാണ് നമ്മൾ ചിലവഴിക്കുന്നത്, അവിടെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹം എവിടെ കിടക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നമ്മുടെ സമയം ചിലവഴിക്കുന്നു നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ ഫാമിലിയെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണേണ്ടത് നമ്മൾ അവർക്ക് സമയം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയം എത്ര കണ്ട സമയം കൊടുക്കാൻ തയ്യാറാണ്, കൊടുക്കുന്ന സമയം തന്നെ ക്വാളിറ്റി ടൈമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ രാവിലെ ഫാമിലിയിൽ ഉണ്ടായാൽ പോരാ, വീട്ടിലുണ്ടായാൽ പോരാ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത്. ഫാമിലി സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരെ കെട്ടിപ്പിടിക്കാനും, അവരുടെ തലോടാനും, അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും, അവരുമായിട്ട് കെയർ ചെയ്യാനും, അവരെ സപ്പോർട്ട് ചെയ്യാനും. ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണെങ്കിലും ശരി, വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അവിടെ ഉണ്ടാവണം. നിങ്ങളുടെ ടൈം അവിടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ളത് തെളിയിക്കാൻ പറ്റുള്ളൂ. വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇത്, മനസ്സിലാക്കണം. വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പകരം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ഒരു മാതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ഒരു സഹോദരങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്, ഒരു മക്കളുടെ സ്നേഹം എന്ന് പറയുന്നത്. അതൊരിക്കലും വേറൊരാളെ പകരം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. മക്കളുടെ കാര്യമൊക്കെ ഭാര്യ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഒരുപാട് പേർക്കുണ്ട്. മക്കളുടെ കാര്യങ്ങളൊക്കെ ഭാര്യ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കെട്ടിക്കൊണ്ടുവന്നത് എന്നൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല. അത് നിങ്ങൾ രണ്ടുപേരും നോക്കേണ്ടതാണ്. രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ പ്രയോറിറ്റി ആക്കി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് അത് സാധിക്കും. നിങ്ങൾക്കത് ആ തീരുമാനം എടുത്താലേ അത് സാധിക്കാൻ കഴിയുള്ളൂ. ഈ വ്യക്തി തീരുമാനമെടുക്കണം, ഈ കാണുന്ന ഈ വ്യക്തി തീരുമാനമെടുക്കുന്നത്, യെസ് ഐ വിൽ ഡു ഇറ്റ്, ഐ കെയർ അബൌട്ട് മൈ ഫാമിലി, ഐ ലവ് മൈ ഫാമിലി, എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചിന്തയാക്കി കൊടുത്തുകൊണ്ട് അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഫാമിലിക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യാൻ പറ്റും. അതിലേക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഫാമിലിക്ക് വേണ്ടി ടൈം മാറ്റി വെക്കാത്ത ഒരാൾ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല. സ്വന്തം കുടുംബം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, സ്വന്തം മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കാൻ, നിങ്ങൾ പരാജിതനായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ബന്ധങ്ങൾ, നമ്മൾ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താ പറയുക, നമ്മളെ കീഴടക്കാനും നമ്മുടെ ഈ വികാരങ്ങളെ കീഴടക്കാനും, ഈ വികാരങ്ങളുമായിട്ട് ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത്, പ്രയാസം അനുഭവിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴാണ്. നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടുകളിലുള്ള വ്യക്തികൾ, അവരുടെ ലൈഫ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവരുടെ ലൈഫിൽ നമുക്ക് സ്ഥാനം ലഭിക്കാൻ, അവരുടെ മനസ്സിൽ ഇഷ്ടം ലഭിക്കാൻ, അവരുടെ വെറുപ്പ് നേടാതിരിക്കാൻ, അവരുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ബന്ധമാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഇടപഴകുന്ന വ്യക്തികൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ അയൽപക്കക്കാർ, ഇവരുമായിട്ടുള്ള ബന്ധം ഏത് രീതി, നമ്മുടെ സഹപ്രവർത്തകർ, ഇവരുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും, അവിടെ നമുക്ക് ക്ഷമ പാലിക്കാൻ പറ്റുന്നുണ്ടോ, ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം, ഇതൊക്കെ നമ്മൾ പരിശീലിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഫാമിലി ടൈമിലൂടെയാണ്. ഫാമിലി ടൈം വളരെ ക്ഷമയോടുകൂടി മക്കളുടെ അടുത്ത് ഇരുന്ന് സ്പെൻഡ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആവശ്യങ്ങൾ മനസ്സിലാക്കി, ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, സ്വപ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരെ ശരിക്കും അറിയുന്ന ഒരു പിതാവായിട്ട്, ഒരു മാതാവായിട്ട് നമുക്കെല്ലാവർക്കും മാറാൻ കഴിയണം. ഫാമിലി ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏർലി മോർണിംഗിൽ തന്നെ കുറച്ച് സമയം നിങ്ങൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യണം. ഈവനിങ്ങിലും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 7 മണിയോടുകൂടി വീട്ടിലെത്തിയിട്ട് നിങ്ങളൊരു 9 മണി വരെ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. അവരെ കൊണ്ട് പുറത്തേക്ക് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്രത്യേകിച്ച് ഏർലി മോർണിംഗിൽ. മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ റീഡിംഗ് ആണ്. നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. നിങ്ങൾ മെഡിറ്റേഷനും എക്സസൈസും കഴിഞ്ഞതിന് ശേഷം ഉടനെ ടു ഡു ലിസ്റ്റും എഴുതി വെച്ചിട്ട് നിങ്ങളൊരു 5 പേജ് എന്ത് ചെയ്യുക, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേജ് എന്തെങ്കിലും വായിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. തീർച്ചയായും ഒന്നുകിൽ വായന നടക്കണം, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വായനയിലേക്ക് മാത്രം ഒടുങ്ങരുത്, വായനയിൽ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാർജ് കൾച്ചർ മികച്ചതായിട്ട് തീർച്ചയായിട്ടും മാറാൻ പറ്റും. ചിലർക്ക് വായന കൂടെ കൊണ്ടുവരുമ്പോൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞു പോകാൻ സാധിക്കും. ചാർജ് കൾച്ചർ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടു ഡു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ആൾക്കാരും ചെയ്യാൻ സാധ്യതയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് വർക്കിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. 8:30 തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കും. കാരണം എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. ഉടനെ 8:30 അല്ലെങ്കിൽ 8 മണിക്ക് തന്നെ ജോലിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരുണ്ട്. ഫാമിലി ടൈം നഷ്ടപ്പെടുത്തിയിട്ട് പോകരുത്. ഫാമിലി ഒറ്റപ്പെടുത്തിയിട്ട് പോകരുത്. അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കറക്റ്റ് 9:30 9:30 അത്യാവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ഇറങ്ങുക. ചിലവർ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ഈ ചാർജ് കൾച്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പല രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് മാറ്റം തോന്നുക. ഫാമിലി ടൈം നഷ്ടപ്പെടുത്തിയിട്ട് ഒരിക്കലും ഏർലി മോർണിംഗിൽ നിങ്ങൾ അവിടേക്ക് പോകരുത്. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വ്യായാമവും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ ഫാമിലി ടൈമിലേക്ക് പ്രവേശിക്കുകയല്ല. നിങ്ങൾ നേരെ വന്ന ഉടനെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് ഉടനെ കുളിക്കാൻ പോകുക. അതല്ലെങ്കിൽ കുളിച്ച് ഫ്രഷായിട്ട് വരിക. എന്നിട്ട് എത്രയും പെട്ടെന്ന് കുളിക്കണം. നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആവണം. ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ടു ഡു ലിസ്റ്റ് എഴുതുന്നതിലേക്കാണെങ്കിൽ അതിലേക്ക് കടക്കുക. അതല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതിയതിന് ശേഷം ഉടനെ കുളിക്കുക. അതായത് ഓരോ ടാസ്കുകളും അതിനോട് ചേർത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടാവുള്ളൂ. മറിച്ചെന്ന് വെച്ചാൽ മെഡിറ്റേഷനും കഴിഞ്ഞു, എക്സസൈസും കഴിഞ്ഞു, ഇതൊക്കെ 3 അടുപ്പിച്ചു. കാലത്ത് 5 മണിക്ക് എണീറ്റു, ഫോൺ ഉപയോഗിച്ചിട്ടില്ല, പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ എക്സസൈസിന് പോയി, മെഡിറ്റേഷനും കഴിഞ്ഞു. ഈ 3 എല്ലാവർക്കും കറക്റ്റായിട്ട് നടക്കും. അതിനുശേഷം നടക്കേണ്ട കാര്യങ്ങൾ ചിലപ്പം ഈ പറഞ്ഞിരിക്കുന്ന ടു ഡു ലിസ്റ്റ് എഴുതുന്നതായിരിക്കും, അത് ഉഴപ്പിപ്പോകും. അതല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, കുളിക്കാതെ ഇങ്ങനെ അലസനായിട്ട് നടന്ന് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവസാനം കുളിച്ചിട്ട് ഓടുന്നൊരവസ്ഥയുണ്ട്. അതൊരിക്കലും സാധിക്കരുത്. ഉടനെ തന്നെ ഈ മെഡിറ്റേഷൻ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക, കുളിച്ച് ഫ്രഷ് ആകുക, ഉടനെ ടു ഡു ലിസ്റ്റ് എഴുതുക. ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, ഡ്രസ്സ് അയൺ ചെയ്ത് കാര്യങ്ങൾ അതൊക്കെ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫാമിലിയുടെ കൂടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു ഹാഫ് ആൻ അവർ 1 അവർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ജോലിയിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഉഴപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനോട് ചേർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉഴപ്പിപ്പോകും. അപ്പോൾ ഓരോ ഹാബിറ്റ്സും ഒന്നിനോട് ചേർത്ത് ടൈം വേസ്റ്റ് ആക്കാതെ പരമാവധി ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓഫീസിലേക്ക് 9:30 ആകുമ്പോഴേക്കും എത്തുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക. ഇതിൽ പലർക്കും പല ഡൗട്ടുകളുണ്ടാവും. എനിക്ക് നേരത്തെ ഇറങ്ങുന്നവരുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരുണ്ട്, ഇങ്ങനെ പല ഡൗട്ട്സുള്ളവർ. വിഷമിക്കേണ്ട, ഇതിനെല്ലാത്തിനും വഴികളുണ്ട്. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാദ്യം വിശ്വസിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കണം, നമ്മൾക്കത് സാധിക്കും എന്നുള്ള വിശ്വസിക്കണം. അതുകൊണ്ട് ഈ ഒരു വേർഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാം നിങ്ങളുടെ മൈൻഡിൽ. യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, യെസ് ഐ മസ്റ്റ്. എന്താ പറയേണ്ടത്? യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, യെസ് ഐ മസ്റ്റ്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, യെസ് ഐ മസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് നടക്കട്ടെ. പഴയ വീഡിയോസ് 5 വീഡിയോസ് ഉണ്ട് നിങ്ങൾ കാണേണ്ടത്. തീർച്ചയായിട്ടും പോയിട്ട് കാണുക. അതേപോലെ തന്നെ നിങ്ങൾ ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എവറി ഡേ നമ്മൾ ലൈവിൽ അതിലൂടെ വരുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ചാർജ് കൾച്ചർ ഫോളോ ചെയ്യുന്നവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടി 8086880775 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എനിവേ ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്.
We will see you later with another video next week. Have a fantastic day.